മധ്യ കേരളത്തിലെ 5 ജില്ലകളിൽ ക്രിസ്തു സ്പർശനത്തിന്റെ കുളിർമയും സ്വാന്തനവും സൗഭാഗ്യവും ജനസഹസ്രങ്ങളിലേക്ക് പകർന്നു നൽകി അജപാലനത്തിന്റെ പകിട്ടുമായി തല ഉയർത്തി നിൽക്കുകയാണ് വിജയപുരം രൂപത. സാംസ്കാരിക വൈവിധ്യങ്ങളും വ്യത്യസ്ത ഭൂപ്രകൃതിയും രൂപതയുടെ സവിശേഷ സാഹചര്യമാണെങ്കിലും അവയൊന്നും തങ്ങളുടെ ശുശ്രൂഷകൾക്ക് തടസ്സമാകാതെ ആർക്കും പ്രാപ്യമാകും വിധമാണ് വിജയപുരം രൂപതാ നേതൃത്വം തങ്ങളുടെ ആത്മീയ സാമൂഹിക സേവനങ്ങളെ വിഭാവനം ചെയ്തിരിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങളുടെ പൊതു സ്വഭാവം എന്നത് ക്രിസ്തു വെളിച്ചത്തിന്റെ പരിപൂർണ അഴകാണ്. പുരാതനമായ വരാപ്പുഴ അതിരൂപതയുടെ തെക്കുകിഴക്കൻ മേഖലകൾ വിഭജിച്ചുകൊണ്ട് 1930 വിജയപുരം രൂപത സ്ഥാപിതമായത്. രൂപത സ്ഥാപിതമായ അന്നു മുതൽ അഭിവന്യ ബൊനവന്തൂര അരാന പിതാവ് ആവിഷ്കരിച്ച സാമൂഹിക സേവന പ്രവർത്തനങ്ങളെ ഏകീകരിച്ചുകൊണ്ട് അഭിവന്യ അംബ്രോസ് അബസോള പിതാവ് വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ രൂപതയുടെ മുഴുവനും സാമൂഹിക പ്രവർത്തനങ്ങളുടെ നേതൃനിരയിലേക്ക് ഉയർത്തുകയുണ്ടായി. കോട്ടയം, ഇടുക്കി എന്നീ റവന്യൂ ജില്ലകൾ മുഴുവനുമായും എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ ജില്ലകൾ ഭാഗികമായും വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തന മണ്ഡലത്തിൽ ഉൾപ്പെടുന്നവയാണ്. ആദ്യ നാളുകളിൽ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ ജാതി മത ഭേദമന്യേ വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും അതിർവരമ്പുകളില്ലാതെ എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യമാണ് സൊസൈറ്റി മുന്നോട്ട് വച്ചത്. അഭിവന്യ കൊർണേലിയസ് ഇലഞ്ഞിക്കൽ പിതാവും അഭിവന്യ പീറ്റർ തുരുത്തിക്കോണം പിതാവും സൊസൈറ്റിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും പുനഃസംഘടിപ്പിക്കുകയും സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകുകയും ചെയ്തു. 1990 മുതൽ 2000 വരെ ഈ സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്യുകയും ഇപ്പോൾ രൂപതയുടെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ സെബാസ്റ്റ്യൻ തെക്കത്തിച്ചേരിൽ പിതാവിൻ്റെ അനുഭവ സമ്പത്തും പ്രാർത്ഥനകളും നിർദ്ദേശങ്ങളുമെല്ലാം സൊസൈറ്റിയുടെ മുന്നേറ്റത്തെ ശക്തമാക്കുകയാണ് ചെയ്യുക. പൂർവികർ സ്വപ്നം കണ്ട് ആവിഷ്കരിച്ച സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ ശക്തമായ നേതൃത്വം നൽകുന്ന യുവ വൈദികരുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് രൂപതയ്ക്കുള്ളത്. സൊസൈറ്റിയുടെ സെക്രട്ടറിയായി ഫാദർ അഗസ്റ്റിൻ ബിനോയ് മേച്ചേരിലും സൊസൈറ്റിയുടെ കിഴക്കൻ മേഖലകളുടെ പ്രവർത്തനങ്ങളെ ശക്തമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ച സൊസൈറ്റിയുടെ മൂന്നാർ റീജിയണൽ ഡയറക്ടറായിരിക്കുന്ന ഫാദർ ഫ്രാൻസിസ് കമ്പോളത്തിൻ്റെയും അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കുന്ന ഫാദർ ലീനൂസ് ബിവേര ചുള്ളിക്കപ്പറമ്പിലിൻ്റെയും ഫാദർ വിക്ടർ ജോർജറ്റ് മേജർ എന്നിവരുടെയും ശക്തമായ നേതൃത്വം സൊസൈറ്റിക്ക് വലിയ ബലം തന്നെയാണ് നൽകുക. കോട്ടയം
ഇടുക്കി, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന വിജയപുരം രൂപതയുടെ സാമൂഹിക ഇടപെടലുകൾക്ക് നേതൃത്വം നൽകുന്ന പ്രധാന സംവിധാനമാണ് വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി. ഓരോ ജില്ലകളിലെയും ജീവിത സാഹചര്യങ്ങളെ മുൻനിർത്തി ജനകീയ ഇടപെടലുകളിലൂടെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ സൊസൈറ്റി നാളിതുവരെ പ്രാവർത്തികമാക്കി. കുടുംബങ്ങളുടെ ഉന്നമനം, സ്ത്രീ ശാക്തീകരണം, കാർഷിക പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ ഇടപെടലുകൾ, സാമൂഹിക വിപത്തുകളിലെ സന്നദ്ധ സേവനങ്ങൾ, അങ്ങനെ എടുത്തു പറയുവാൻ ഒട്ടനവധി പദ്ധതികളാണ് സൊസൈറ്റിക്കുള്ളത്. ചിട്ടയായ ആസൂത്രണവും പ്രവർത്തന ഘടനയും ദീർഘവീക്ഷണവും മുഖമുദ്രയാക്കിയ വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വവും ഒട്ടേറെ സന്നദ്ധ സേവകരുമാണ് പ്രസ്ഥാനത്തിന് ക്രൈസ്തവ സാമൂഹിക ദർശനത്തിൻ്റെ നിറവാർന്ന കാഴ്ചയായി മാറുവാൻ ശേഷിയേകുന്നത്. വിജയപുരം രൂപതയുടെ സാമൂഹ്യ ശുശ്രൂഷയുടെ മുഖമാണ് വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി അഥവാ VSS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ പ്രസ്ഥാനം. 1961 VSS ആരംഭിക്കുന്നത്. 2021 ആകുമ്പോൾ 60 വർഷം പൂർത്തീകരിച്ചു. അതായത് സേവനത്തിൻ്റെ ആ മേഖലയിൽ, സേവനത്തിൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ 60 വർഷം വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി പൂർത്തീകരിക്കുകയാണ്. ഈ സൊസൈറ്റിയുടെ പ്രവർത്തന മണ്ഡലം വളരെ വിശാലമാണ്. ഏകദേശം 5 ജില്ലകളിലാണ് ഈ സൊസൈറ്റി വ്യാപിച്ച് കിടക്കുന്നത്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം എന്നീ ജില്ലകളിൽ ഈ സൊസൈറ്റിയുടെ പ്രവർത്തന മണ്ഡലം വ്യാപിച്ച് കിടക്കുന്നു. ഇത്രയ്ക്കും വിപുലമായ ഒരു പ്രവർത്തന മണ്ഡലം ഉള്ളതുകൊണ്ട് തന്നെ 2002 മൂന്നാർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പുതിയ റീജൺ, മൂന്നാർ റീജൺ എന്ന പേരിൽ ഒരു പ്രവർത്തന സംവിധാനം അവിടെ ആരംഭിക്കുകയും മൂന്നാറിലൊരു റീജിയണൽ ഓഫീസ് തുടങ്ങുകയും ചെയ്തു. വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി സാമൂഹിക പ്രവർത്തന മണ്ഡലത്തിൽ നിരവധി ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്, നിരവധി കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലെ നിസ്വാർത്ഥരായ സന്നദ്ധ സംഘമാണ് വിവിധ ദുരന്തഘട്ടങ്ങളിൽ മനുഷ്യ സഹായത്തിന് പ്രദേശത്താകെ മുന്നിട്ടിറങ്ങുന്നത്. പ്രളയകാലത്തും കോവിഡ് പ്രതിസന്ധികളിലും മറ്റ് സാമൂഹിക വിപത്തുകളിലും സൊസൈറ്റിയുടെ പ്രവർത്തന മേഖലകളിൽ പരിശീലനം നേടിയ ഒട്ടേറെ സേവന കൂട്ടായ്മകൾ രൂപപ്പെടുകയും സമയോചിത ഇടപെടലുകളിലൂടെ നാടിനാകെ പ്രതീക്ഷയുടെ പുതുചലനങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കുകയും ചെയ്തു. കേരളത്തിലെ മെത്രാന്മാർ ഒരുമിച്ചുകൂടി സാമൂഹിക സംഘടനകളുടെ നേതൃത്വത്തിൽ സമാരിറ്റൻ സംഘടന എന്ന പേരിൽ എല്ലാ രൂപതകളിലും സ്ഥാപിക്കണം. മിക്ക രൂപതകളും സ്ഥാപിച്ചിട്ടുണ്ട്. അതേ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളും ഇപ്രകാരം ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത്. സഹായം ആവശ്യമുള്ളവരെ സഹായിക്കാനായിട്ടുള്ള ക്രിസ്തീയ മനോഭാവമുള്ള വ്യക്തികൾ സന്നദ്ധരായി മുന്നോട്ട് വരും. അവർ മരണത്തെ ഭയപ്പെടത്തില്ല. മരണത്തെ ഭയപ്പെടുന്ന ക്രിസ്ത്യാനിയല്ല. മരണത്തെ ഭയപ്പെടുന്ന ക്രിസ്ത്യാനിയല്ല. ഈ ടാസ്ക് ഫോഴ്സ് നിങ്ങൾക്ക് വേണ്ട ശിക്ഷണം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ മരണത്തെ ഭയപ്പെടത്തില്ല. എത്രയോ ഡോക്ടർമാർ, നമ്മുടെ തന്നെ സഹോദരന്മാർ, സഹോദരിമാർ ഈ കോവിഡിന് വിധേയപ്പെട്ട ആളുകളെ ശുശ്രൂഷിക്കുകയും അവരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നമുക്ക് ഈ രോഗം പിടിപെട്ടാൽ എന്തു ചെയ്യുമോ, മരിച്ചാൽ എങ്ങനെ അടക്കുമോ, ഇതൊന്നും നമുക്കൊരു വിഷയമല്ല. ക്രിസ്തു ജനിച്ചത് മരിക്കാൻ വേണ്ടിയാണ്. വേറെ ഒരു ദൈവവും അങ്ങനെ ജനിച്ചിട്ടില്ല.
ക്രിസ്തു ജനിച്ചത് മരിക്കാൻ വേണ്ടിയാണ്. മരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? മനുഷ്യൻ്റെ മോചനത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മളിവിടെ മരണത്തിന് വിധേയരാകുന്ന, മരണത്തെ അഭിമുഖീകരിക്കുന്ന വ്യക്തികൾക്ക് സഹോദരനും സഹോദരിയാണെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് വേണ്ട രീതിയിൽ അവർക്ക് ആശ്വാസവും പ്രതീക്ഷയും പ്രത്യാശയും ഇത്തിരിയെങ്കിലും പകർന്നു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ആ ഒരു മനോഭാവത്തോടുകൂടി ഇറങ്ങിത്തിരിക്കുന്ന സന്നദ്ധ സംഘടനയാണ്. യാതൊരുവിധ പാരിതോഷ്യവും കൂടാതെ എന്നിലുള്ള ക്രിസ്തീയമായ ചൈതന്യത്തിൻ്റെ വെളിച്ചത്തിൽ നിൻ്റെ അയൽക്കാരനെ ശുശ്രൂഷിക്കാനായിട്ടുള്ള ആ ഒരു സന്മനസ്സോടുകൂടി രൂപീകരിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാകണം ഇത്. വിജയ് സമരിറ്റൻ സന്നദ്ധ സേന വഴി കോവിഡ് മഹാമാരിയിൽ മരണപ്പെട്ടവർക്ക് വിശ്വാസപരമായ സർവ്വ ആദരവോടെയും അവരുടെ സംസ്കാര ശുശ്രൂഷ നിർവഹിച്ചു കൊടുക്കുവാൻ വിജയപുരം രൂപതയ്ക്ക് സാധ്യമായി. മാത്രമല്ല, കോവിഡ് ബോധവൽക്കരണത്തോടനുബന്ധിച്ച് ഹ്രസ്വചിത്രം നിർമ്മിക്കുകയും അതുവഴി നിരവധി വ്യക്തികൾക്ക് വൈറസ് വ്യാപനത്തെക്കുറിച്ചും അവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും വ്യക്തമായ അറിവ് സ്വായത്തമാക്കുവാൻ സാധ്യമായി. ദുരന്തങ്ങളെ, അതിപ്പോൾ പ്രകൃതി ദുരന്തമായാലും കൊറോണ പോലുള്ള മഹാമാരികളായാലും അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി ലോല പ്രദേശ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കൊച്ചു കേരളം. KSDMA അഥവാ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്ക് പ്രകാരം കേരളത്തിൽ ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് ഒരു ദുരന്തങ്ങളെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 2018 മഹാപ്രളയത്തിൽ നമ്മുടെ രൂപതയുടെ എല്ലാ ഭാഗങ്ങളിലും വളരെയധികം നാശനഷ്ടങ്ങളുണ്ടാക്കി. അതുപ്രകാരം കാരിത്താസ് ഇന്ത്യയുമായി സഹകരിച്ച് വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി നടപ്പാക്കി വരുന്ന പ്രോഗ്രാമാണ് DRR അഥവാ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ദുരന്ത നിവാരണ ലഘൂകരണ പദ്ധതി. ഈ പദ്ധതിയുടെ പ്രകാരം കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ നിന്ന് 10 വാർഡുകൾ വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി തിരഞ്ഞെടുക്കുകയുണ്ടായി. ഈ 10 വാർഡുകളിൽ നിന്ന് വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി WDMC അഥവാ വാർഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയും ടാസ്ക് ഫോഴ്സ് തുടങ്ങിയവ ഫോം ചെയ്യുകയുണ്ടായി. വാർഡ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി പ്രകാരം വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് പഞ്ചായത്തിലെ 3 വാർഡുകളും കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ 2 വാർഡുകളും അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് പാണ്ടനാട് പഞ്ചായത്തിൽ നിന്ന് 4 വാർഡുകളും തിരുവനന്തപുരം പഞ്ചായത്തിലെ 1 വാർഡുകളും ഈ പദ്ധതി പ്രകാരം തിരഞ്ഞെടുത്തു. അതിപ്രകാരം ഓരോ വാർഡിലും WDMC അഥവാ വാർഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഫോം ചെയ്യുകയുണ്ടായി. ഈ കമ്മിറ്റിയിലൂടെ ആ ഓരോ വാർഡിലെയും പ്രശ്നങ്ങളും പഠിക്കുകയും അതുപ്രകാരം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഓരോ വാർഡിലും ടാസ്ക് ഫോഴ്സിനെ ഫോം ചെയ്യുകയുണ്ടായി അഥവാ സന്നദ്ധ സേന. ഓരോ വാർഡിലും 4 തരം സന്നദ്ധ സേനകളാണ് ഫോം ചെയ്തത്. അവ മുന്നറിയിപ്പ് ടീം, ക്യാമ്പ് മാനേജ്മെൻറ്റ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ഫസ്റ്റ് എയ്ഡ് മുതലായ 4 ടീമുകളും ഓരോ ടീമിൽ 5 പേരെ വെച്ച് തിരഞ്ഞെടുക്കുകയുണ്ടായി. ഈ ഓരോ ടീമുകളിലും KSDMAയുടെയും നേതൃത്വത്തിൽ അവർക്ക് പരിശീലനങ്ങൾ നൽകി വരുന്നു. വാർഡ് ഡെവലപ്മെൻറ്റ് മാനേജിംഗ് കമ്മിറ്റിയിലൂടെ ആ വാർഡിലെ പ്രശ്നങ്ങൾ പഠിക്കുകയും അവിടുത്തെ പ്രോബ്ലങ്ങൾ മനസ്സിലാക്കി അത് ഓരോ പഞ്ചായത്തിലും ആ റിപ്പോർട്ട് തയ്യാറാക്കുകയും അവിടുത്തെ ആനുവൽ പ്ലാനിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കോവിഡ്, പ്രളയം തുടങ്ങിയുള്ള പ്രതിസന്ധി കാലഘട്ടത്തിൽ മനുഷ്യനെ ഒത്തിരി ദുരിതത്തിലാഴ്ത്തുന്ന ഈ ഘട്ടത്തിൽ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ശക്തമായ സന്നദ്ധ സംഘടന തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുരിതങ്ങളിൽ ഓടിയെത്തുവാനായിട്ട് അങ്ങോളം ഇങ്ങോളം രൂപതയുടെ നാനാഭാഗങ്ങളിലേക്ക് കഷ്ടത അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ
സന്നദ്ധ സേന ഇന്ന് രൂപതയിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡ് പ്രതിരോധത്തിനായിട്ട് വിവിധ മേഖലകളിൽ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ മരണങ്ങൾ നടക്കുമ്പോൾ ഈ സേന ഓടിയെത്തുകയാണ്. അതുപോലെ തന്നെ അവർക്ക് ആഹാരമായി, ഭക്ഷണമായി, വസ്ത്രമായി പല മേഖലകളിലും ഇവരുടെ സഹായഹസ്തം സമൂഹത്തിൽ പലയിടങ്ങളിലും എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ വെള്ളപ്പൊക്ക പ്രളയ സമയങ്ങളിലും ഈ സന്നദ്ധ സേന വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രളയ ദുരിതങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് വിടുതൽ കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ ഭവനങ്ങൾ ക്ലീൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവർക്ക് ആ ദുരിതങ്ങളിൽ നിന്ന് കരകയറുന്നതിനായിട്ട് ഏതൊക്കെ വിധത്തിൽ കൈത്താങ്ങാകാൻ പറ്റുമോ അതുപോലെയെല്ലാം ഈ സന്നദ്ധ സേന ഇന്ന് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആശാകിരൺ പദ്ധതിയിലൂടെ ഒരു പറ്റം വോളണ്ടിയേഴ്സ് ക്യാൻസർ രോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും അവർക്ക് ഒത്തിരി ആശ്വാസമായി, ആത്മീയമായ കരുത്തായി, അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ, അവരുടെ രോഗവേളകളിൽ അവരെ ആശ്വസിപ്പിക്കുവാനും അവരെ ആശുപത്രികളിൽ എത്തിക്കുവാനും അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുത്ത് മാനസികമായി, ആത്മീയമായി ഒരു ധൈര്യവും അതുപോലെ തന്നെ ഒരു മുന്നേറ്റവും നടത്തുന്നതിന് വേണ്ടി ഈ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ആശാകിരൺ വോളണ്ടിയേഴ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ ഈ സന്നദ്ധ സേനാ പ്രവർത്തനങ്ങളിൽ അവരുടെ വിളിക്കുള്ളിലെ വിളി അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലെ അംഗങ്ങളായ ഈ സന്നദ്ധ സേന പ്രവർത്തകർ ഇന്ന് രൂപതയിൽ പ്രത്യേകിച്ച് 5 റവന്യൂ ജില്ലകളിലായി പടർന്നു കിടക്കുന്ന വിജയപുരം രൂപതയുടെ കീഴിലുള്ള ഈ പ്രവർത്തകർ ഇന്ന് ഇടവകകളിൽ നാനാ ജാതി മതസ്ഥരുടെ ഇടയിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് തുടങ്ങിയ സമയത്ത് എല്ലാവരും ഒരു വലിയ പരിഭ്രാന്തിയിൽ എപ്രകാരം കോവിഡിനെ നേരിടണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണകളോ കാഴ്ചപ്പാടുകളോ നമ്മുടെ പൊതുസമൂഹത്തിനും ആരോഗ്യ പ്രവർത്തകർക്കും സർക്കാർ സംവിധാനങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നില്ല. അത് ലോകം മുഴുവനും പരിഭ്രമിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് വളരെ ക്രമേണയാണ് ഈ ഒരു പ്രവർത്തന മണ്ഡലത്തിലേക്ക് ക്രിയാത്മകമായി ഇടപെടുവാൻ എല്ലാവർക്കും കഴിഞ്ഞത്. വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയും ആ തുടക്കത്തിൽ ആദ്യം അത് പരിഭ്രമിച്ചെങ്കിലും പിന്നെ വളരെ വ്യക്തമായ കാര്യങ്ങളെ മനസ്സിലാക്കുകയും കേരളത്തിലെ കത്തോലിക്ക സഭയോടും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളോടും അതിനെ പരിഗണിച്ചും ഒക്കെ സമൂഹ മധ്യത്തിൽ ഇറങ്ങി കോവിഡിനെ പ്രതിരോധിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു. ഈ കോവിഡിന്റെ ആവിർഭാവ കാലം മുതലേ കേരളത്തിലെ എല്ലാ സോഷ്യൽ സർവീസ് സൊസൈറ്റികളോട് ചേർന്ന് VSSഉം 32 കത്തോലിക്ക രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റികളുടെ വളരെ നേതൃനിരയിലുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കോവിഡ് അനുയോജ്യ ജീവിത ശൈലി സ്വന്തമാക്കുവാനായിട്ട് പൊതുജനങ്ങളെ അഭ്യസിപ്പിക്കുവാൻ, പരിശീലിപ്പിക്കുവാൻ, ആ ഒരു കാര്യത്തെ ഏറ്റവും ഫലപ്രദമായിട്ട് നേരിടുന്നതിനുള്ള, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഓരോ സ്കൂൾ ഉൾപ്പെടെയുള്ള ഓരോ മേഖലകൾ തുറന്നു വരുമ്പോൾ എങ്ങനെ ആ ഒരു ജീവിത ശൈലി സ്വീകരിച്ചുകൊണ്ട് പൊതുജീവിതം നയിക്കണമെന്നുള്ളത് അവരെ അഭ്യസിപ്പിച്ച ഏറ്റവും ആരാധ്യരായ, ബഹുമാനരായ സന്നദ്ധ പ്രവർത്തകരാണ് പ്രത്യേകിച്ച് ഈ സുധീർ സന്നദ്ധ പ്രവർത്തന മേഖലയിലുള്ളവർ. അച്ഛനിവിടെ സൂചിപ്പിച്ചതുപോലെ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ കീഴിലുള്ള ഓരോ രൂപതയും ഓരോ മേഖലകള്, പള്ളികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അടഞ്ഞു കിടന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന നിരതമായിട്ട് നിന്ന മേഖലകളാണ് ഓരോ സോഷ്യൽ സർവീസ് സൊസൈറ്റിയും. അവിടെ ആർക്കും വിശ്രമമില്ലായിരുന്നു, അവിടെ ആർക്കും മാറി നിൽക്കുവാനായിട്ട് സാധ്യമായിരുന്നില്ല. ഓരോ കാലഘട്ടത്തിൽ അതിന് അനുയോജ്യമായ ആളുകളെ പരിശീലിപ്പിക്കല്, അവർക്ക് വേണ്ടതായ അറിവുകൾ പകർന്നു നൽകല്, അവർക്ക് ആവശ്യമായ ഭക്ഷണം നൽകല്, ഈ ജീവിത രീതി സ്വന്തമാക്കി ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് ഇരിക്കൽ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ 1-2 വർഷത്തോളമായിട്ട് നമ്മൾ ചെയ്തു വരുന്നു. ഈ ഒരു അവസരത്തില് വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് എടുത്തു പറയാതിരിക്കാൻ സാധ്യമല്ല. 5 ജില്ലകളിലായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന, പ്രത്യേകിച്ച് മലമേഖല, ഇടമേഖല, അതുപോലെ തന്നെ കടൽത്തീര മേഖല ഉൾപ്പെടെയുള്ള എല്ലാ
വിവിധ വ്യത്യസ്തങ്ങളായ ജീവിത ശൈലികളിലൂടെ കടന്നു പോകുന്ന മേഖലയിൽ നമുക്കുണ്ട് എങ്കിലും അവിടെയെല്ലാം വിജയപ്രദമായിട്ട് ഇങ്ങനെയുള്ള ഇങ്ങനെ സ്വാധീനിക്കുവാനായിട്ട് അവരിലേക്ക് കടന്നു ചെല്ലുവാനായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് VSS പോകാൻ സാധിക്കുന്നത് ഏറെ ശ്ലാഘനീയമാണ്. മറ്റ് സൊസൈറ്റികൾക്കും ഏറെ ഇത് മാതൃകാപരമാണ്. അതോടൊപ്പം തന്നെ വളരെ ചൈതന്യത്തോടു കൂടെ മുന്നോട്ട് പോകാനായിട്ട് ഇനി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് വന്നു. കോവിഡ് വന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് അച്ഛൻ ഒരു കിറ്റ് തന്നു, ന്യൂട്രീഷ്യസ് കിറ്റ്. അത് പറഞ്ഞ ആളുകളെ അവരത് പറഞ്ഞു കൊടുക്കാൻ തന്നെ എനിക്ക് അവരെ മനസ്സിലാക്കാൻ തന്നെ പ്രയാസമായിരുന്നു. കാരണം അവർ കിറ്റെന്ന് ഉദ്ദേശിക്കുന്ന അരിയും പയറും മഞ്ഞളും മുളക് പൊടിയൊക്കെയാണ്. അപ്പോൾ ഇത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ആളുകളെ സെലക്ട് ചെയ്തു, അവരുടെ ലിസ്റ്റ് ഉണ്ടാക്കി ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തു. അച്ഛൻ ഞങ്ങളെ ഇവിടുത്തെ അതിന് ഉദ്യോഗസ്ഥർ അതെല്ലാം നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. എല്ലാവരും വന്ന് കിറ്റ് വാങ്ങി. അപ്പോൾ അതിലൊരു അമ്മാമ്മ ഏകദേശം ഒരു 72 വയസ്സ് കാണും. വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം ഇത്രയും പേരോ കിറ്റ് മേടിച്ചു കൊണ്ടുപോയെങ്കിലും ഈ ഒരു അമ്മ മാത്രം തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ട് സുവിശേഷത്തിൽ കർത്താവ് സുഖപ്പെടുത്തിയവരാരും വരാതെ ഒരാൾ തിരിച്ചു വന്ന പോലെ ഒരാൾ തിരിച്ചു വന്ന് ചട്ടയും കൊണ്ടുമൊക്കെ ഇവിടുത്തെ ഒരു അമ്മച്ചി കയറി വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോളെ എനിക്ക് 82 വയസ്സായി, എനിക്കിതുവരെ ഈ പാല് കലക്കി കുടിക്കുന്ന ഹോർലിക്സ് ആണ് ഉദ്ദേശിച്ചത്, അതിൻ്റെ പേര് പോലും എനിക്ക് അറിയത്തില്ല, അത് കലക്കി കുടിക്കാനും ഇപ്പോഴാ അത്രയും പ്രായത്തിനുള്ളിൽ ഞാൻ അതിൻ്റെ രുചി മനസ്സിലാക്കിയെന്ന് പറയുകയും അവരുടെ കണ്ണിൽ നിന്ന് 2-3 തുള്ളി കണ്ണുനീര് താഴോട്ട് വീഴും. അപ്പം ഞാൻ സത്യത്തിൽ എനിക്കൊന്നും വിഷമമായി. ഞാനത് ഓർത്തു, അത് ആ ക്രെഡിറ്റ് എനിക്ക് യോഗ്യതയുള്ള, അത് വാങ്ങിക്കാൻ എനിക്ക് യോഗ്യതയുള്ളതല്ല. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മാമ്മ ഈ കണ്ണുനീർ വീഴുന്ന വേറെ 2 പാദത്തിലാണ്. ഇവിടുത്തെ നമ്മുടെ ഡയറക്ടർ അച്ഛൻ്റെ തീർച്ചയായിട്ടും അച്ഛൻ്റെ കാലിൻ്റെ ചുവട്ടിൽ ആ കണ്ണുനീര് വീണ് കാണും. അച്ഛനെ ദൈവം എന്താ പറയുക, ഇത്രയും അച്ഛനെ ദൈവം സഹായിക്കട്ടെ. അച്ഛൻ്റെ ഈ പടവുകളെല്ലാം നന്നായിട്ട് ഒരുപക്ഷെ ഞാനും അതിന് കാരണക്കാരിയാവുകയുണ്ട്. കാരണം എൻ്റെ കൗൺസിലേഴ്സ് ഞങ്ങൾ 52 വാർഡിലെ കൗൺസിലർമാർ ഒത്തുകൂടിപ്പോയി ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ കണ്ട ആളുകൾ പറഞ്ഞു, കൊള്ളാമല്ലോ 14-ാം വയസ്സ് ഈ 70-ാം കാലത്ത് ഈ കൗൺസിലർ ഇങ്ങനെ അടിച്ചു മാറ്റുന്നുണ്ടല്ലോ, ഞങ്ങൾക്കൂടെയൊക്കെ തരാൻ പറയാം. നമ്മൾ യാതൊരു നിവൃത്തിയില്ല, അത് വിജയപുരത്തിൻ്റെ സ്വത്താണ്, ഞാനും വിജയപുരത്തിൻ്റെ സ്വത്ത് തന്നെയാണ്. VSS എന്ന പ്രസ്താവനയെക്കുറിച്ച് എനിക്ക് വളരെയധികം അഭിമാനമാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തരത്തിൽ ഞാൻ ഇവിടെ മെമ്പറായതിനു ശേഷം എനിക്ക് ഒരുപാട് സഹായം കിട്ടുന്നുണ്ട്. എനിക്ക് 4 കോളനിയാണ് ഇവിടെ ഉള്ളത്. ഈ 4 കോളനിയിലേക്കും എന്നെക്കൊണ്ട് തന്നെ ഓടിയെത്താൻ പറ്റാത്തടത്ത് ഇതിനകത്തുള്ള ഈ വോളണ്ടിയേഴ്സ് പിള്ളേരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രസ്താവന ഉള്ളത് കൊണ്ടാണ് ഈ പിള്ളേർ വരുന്നതും ഈ സന്നദ്ധ പ്രവർത്തനത്തിനായിട്ട് ഒരുപാട് പേര് വരികയും ഈ മഹാമാരിയിൽ നിന്നൊക്കെ അവരെ രക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീ പോലത്തെ ഈ സ്ത്രീകൾക്കാണേലും വളരെയധികം പ്രയോജനം വരുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഓരോരുത്തരെയും നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മീറ്റിങ്ങുകൾ നടത്തി അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ട സ്ത്രീ ശാക്തീകരണം പോലെ അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ധനപരമായിട്ടുള്ള ലോണുകളും ബാക്കി കാര്യങ്ങളും അതൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് അവരെ സഹായിക്കാനും ഒക്കെ VSSൻ്റെ പ്രവർത്തനത്തിലൂടെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അതിന് എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നുണ്ട്. സാമൂഹിക നന്മകളുടെ ആകെത്തുകയായ കരുതൽ എന്ന സങ്കല്പം എല്ലാ തരത്തിലും മനുഷ്യർക്ക് ലഭ്യമാക്കുവാൻ വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് സാധ്യമായി. വിവിധ തലത്തിലുള്ള ഇടപെടലുകളാണ് അതിലേക്കുള്ള മാർഗമായി സൊസൈറ്റി സ്വീകരിച്ചത്. അതിൽ തന്നെ പ്രധാനമാണ് സന്നദ്ധ സേനകളെങ്കിലും സമാന്തരമായി പുരുഷ വനിത സ്വയം സഹായ സംഘങ്ങൾ വഴി നിരന്തരമായി സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തുവാൻ
സൊസൈറ്റി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവ ഓരോന്നും മനുഷ്യ നന്മയ്ക്കായി സഭയുടെ നിശ്ചയദാർഢ്യത്തോടെയുള്ള കാഴ്ചപ്പാടുകളുടെ സുവ്യക്ത ചിത്രങ്ങളാണ്.